ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും എപ്പോഴും അത് സാധിക്കാറുണ്ടോ? ഒരിക്കലും സാധിക്കാറില്ല. കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പല കാര്യങ്ങളും വന്ന് പെടാറുണ്ടല്ലേ. ചിലപ്പോൾ അതിനകത്ത് നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നില്ലേ, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കുറേ നാളുകൾ ഇരിക്കാറുണ്ട്. ഇനി എന്ത് ചെയ്യും, എവിടെ തുടങ്ങും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതാണ് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇല്ല ഇതിന് ശേഷം എനിക്ക് നല്ലതെന്തോ വരാൻ പോകുന്നു, ഇനി എനിക്ക് നല്ല കാലമാണ്, എനിക്കെന്തോ ഭാഗ്യം വരാനായിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ മനഃപൂർവ്വം തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ അല്ലെങ്കിൽ നെഗറ്റീവ് അവസ്ഥകളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെങ്ങനെ സംഭവിച്ചു, അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമില്ലേ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക്. അതായത് ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള അവസ്ഥകൾക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക, എനിക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമോ, അതല്ല എനിക്കിതിന് സാധിക്കില്ല എന്നതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ ചെയ്യുക. ഇല്ല, എനിക്ക് ഇതിൽ നിന്നും എന്തായാലും എനിക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല, അപ്പോൾ ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ ഞാൻ മറന്നേ സാധിക്കൂ എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ അതല്ല നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യമാണെങ്കിൽ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ മനഃപൂർവ്വം സന്തോഷവും സമാധാനവും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും ഒരു കാര്യമാണ്. അതായത് നമുക്ക് എന്തോ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ റൂമിലൊന്നും അങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ സമാധാനവും സന്തോഷവും കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകും. അതായത് ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് പൊതുവേ അവരെ അറിയാമായിരിക്കും, നമുക്ക് പേഴ്സണലി അവരെ അറിയാമായിരിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അവർ വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്കറിയാമായിരിക്കും. പക്ഷെ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട്, അതായത് അവർ ഉള്ളിൽ വിഷമം ഉണ്ടായിരിക്കും, പക്ഷേ അവർ പുറത്ത് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ള ആൾക്കാരുമുണ്ട്, അവരുമൊക്കെ ഈ ജീവിതത്തിൽ ഇതെല്ലാം ഫേസ് ചെയ്ത് കൊണ്ട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും നല്ല രീതിയിൽ പുഞ്ചിരിച്ച് നല്ല പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു അവസ്ഥയ്ക്ക്, ഇപ്പോൾ ഈ പ്രയാസമുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം, ആരുമായിക്കോട്ടെ. അതിന് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റൊരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുക എന്നുള്ളത് അല്ല. കാരണം നമുക്കങ്ങനെ സാധിക്കാറില്ല. അപ്പം നമ്മൾ അവരെ മൂലം വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന സമയമായിരിക്കും. പക്ഷേ ആ ഒരു സാഹചര്യം നമുക്ക് അവിടെ നിന്നും മാറണമെങ്കിൽ അവരുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുക എന്നുള്ളതല്ല, നമ്മൾ മനസ്സിനെ തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. എന്താണ്, ഞാൻ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ മനസ്സമാധാനം മൊത്തവും പോവുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിതെല്ലാം കളഞ്ഞിരിക്കുകയാണ്, ഇനി എൻ്റെ അടുത്ത ഘട്ടം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, ഇതെല്ലാം കഴിഞ്ഞു പോട്ടെ എന്ന് നമ്മളെ മനസ്സിനെ നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മളെ മനസ്സിന് പറഞ്ഞ്, അതിപ്പോൾ അവരോട് നമ്മൾ ക്ഷമിക്കുകയല്ല കേട്ടോ,
നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ അടുത്ത് പോയി പറഞ്ഞ് ക്ഷമ ചോദിക്കുക എന്നുള്ളതല്ല. ചിലപ്പം അതിന് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മളോട് തന്നെ പറയേണ്ട കാര്യമാണ് ഈ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യമാണ് ഇപ്പം നമുക്കും പോസിറ്റീവ് ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ പോസിറ്റീവ് ക്വാളിറ്റീസ് അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ അഫർമേഷൻസ് പറയുക കേട്ടോ. അതായത് എനിക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്, എനിക്ക് ഇതിനെല്ലാം സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതും നമ്മളെ പോസിറ്റീവ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുക എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ. നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരിക്കണമില്ലേ? അല്ലാതെ ഒരാഗ്രഹവും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സ്വപ്നം കാണണം. ആ സ്വപ്നം കാണുമ്പോൾ ആണ് നമ്മുടെ കറക്റ്റ് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ? അതും നമ്മളിൽ പോസിറ്റീവ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചിലപ്പം ചില വ്യക്തികൾ കാരണമായേക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബൗണ്ടറി അത് കൊടുത്തിരിക്കണം. അതായത് നമ്മുടെ ലൈഫിലുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാമല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നും ഏത് ആൾക്കാരുടെ അടുത്താണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ആളുടെ അടുത്ത് ഇങ്ങനെ നിന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു രീതി നമ്മൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തും തുറന്ന് പറയാൻ സാധിക്കുന്ന വ്യക്തിയോട് മാത്രം നമുക്ക് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പറയുക. അല്ലാതെ എല്ലാവരോടത്തും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുമില്ലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാക്കിയ വ്യക്തികൾ ആരാണെന്ന്, അല്ലെങ്കിൽ അവരോട് എങ്ങനെ നിൽക്കണമെന്നൊക്കെ നമ്മൾ സ്വയമേ മനസ്സിലാക്കി അതേ രീതിയിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും ശ്രമിക്കുക. താങ്ക്